ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഇറാനിപ്പുള. അതിനാവശ്യമായി വേണ്ട സാധനങ്ങൾ: 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് മൈദ. ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. 1 കപ്പ് മൈദ, 1 കപ്പ് പാൽ ഒഴിക്കണം. ഏത് കപ്പിനെടുക്കുന്നത് ആ കപ്പിന് കറക്റ്റായിട്ട് ഒഴിക്കണം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഇറച്ചി മസാല, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, 2 വെളുത്തുള്ളി. ഇതെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. അധികം തിക്കില്ലാണ്ട് കുറച്ച് ലൂസായിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. പാനിൻ്റെ അടിയിൽ ഒരു പാത്രം വെക്കാൻ. ഇത് കരിയുന്നതുകൊണ്ട് വെക്കുന്നതാണ്. ഇനി ആ പാനിലേക്ക് 1 സ്പൂൺ RKG ഒഴിക്കുക നല്ലതായി. ഇനി അത് ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വെച്ച മൈദേൻ്റെ പേസ്റ്റ് അത് ഇതിലേക്ക് ഒഴിക്കണം. ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ മൈദേൻ്റെ അടിച്ച് വെച്ച ഇത് കുറച്ച് ആദ്യം പകുതി മാത്രമേ ആദ്യം ഒഴിക്കാൻ പറ്റൂ. മിക്സ് ബാക്കി പകുതി അവിടെ മാറ്റി വെക്കണം. ഈ പകുതി ഒഴിച്ച് കുറച്ച് സമയം അടച്ച് വെച്ച് കുറച്ച് വെന്താൽ മാത്രമേ ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റൂ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ചിക്കൻ്റെ മസാലയാണ് ഇനി ഇടേണ്ടത്. ഇത് കുറച്ച് വെന്താൽ, കുറേ വേണ്ട, കുറച്ച് ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ ഈ മസാല ഇതിലേക്ക് കുറച്ച് നടുക്കോട്ടായിട്ട് ഇടണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മസാല ഇടണം. നല്ലോണം ഇടണം. മസാല നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നിട്ട് ബാക്കി മൈദാൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കണം. സൈഡിൽ നിന്ന് നടുക്കോട്ടേക്ക് ചുറ്റിച്ചിട്ട് ഒഴിക്കണം. എന്നാലാണ് എല്ലായിടത്തും കറക്റ്റ് എത്തും. സൈഡിലും കൂടിയിട്ട് ഒരുമിച്ച് ഒരേപോലെ ആവും. അപ്പോൾ സൈഡിൽ നിന്ന് നടുക്കോട്ടേക്കായിട്ട് ഇതുപോലെ ഒഴിക്കണം. ബാക്കിയുള്ള ഫുൾ മാവ് ഇതിലേക്കാണ് ഇനി ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം അടച്ച് വെക്കണം വീണ്ടും. ഇനി ഡെക്കറേഷന് വേണ്ടിക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഫില്ലിങ്സ് കുറച്ച് മുകളിലോട്ട് വിതറാം. പിന്നെ അടുത്തത് ക്യാപ്സിക്കം. നമുക്ക് ഡെക്കറേഷന് വേണ്ടി ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതും വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് സെറ്റായിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇത് വേവാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കുക. അത് ഒരാളെ പാത്രത്തിൻ്റെതും തീൻ്റെ ലെവലനുസരിച്ചിട്ടുണ്ടാവും. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതൊരു വേറൊരു പാത്രത്തിൽ അടിമറിച്ചിടണം. മുകളിലും കൂടിയും കുറച്ചും കൂടി ആവാൻ വേണ്ടിക്കാണ്. ഉള്ളായിട്ടുണ്ടാവും. മുകളിലും കൂടിയും കുറച്ച് ആവാൻ വേണ്ടിക്ക് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് RKG ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി മുകളിലും കൂടി ആവാൻ വേണ്ടിക്ക്. ഫൈനലി ഇറാനിപ്പോള റെഡിയായി. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.